Next topic is mechanism of action of hormone. Mechanism of action of hormone. എങ്ങനെയാണ് ഹോർമോണുകൾ, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഹോർമോണുകൾ പഠിച്ചു, ആ ഹോർമോണുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അവരുടെ ആക്ഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 3 ടൈപ്പ് ഹോർമോണുകൾ നമ്മൾ പഠിച്ചു. പെപ്റ്റൈഡ് ഹോർമോൺ, സ്റ്റിറോയിഡ് ഹോർമോൺ, അമീൻ ഹോർമോൺ. അവർ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ മെക്കാനിസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so minute amounts of hormone can bring about an effect on the target tissue. Okay, so this is achieved by a step-by-step amplification of the original signal. That means actually only a minute amount of hormones are secreted, but this minute amount of hormone make a large change. Okay, so it has an considerable effect on the target tissue. This is achieved by a step-by-step amplification of the original signal. Original signalനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആംപ്ലിഫൈ ചെയ്ത് വലിയൊരു സിഗ്നലായിട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ ഒരു മൈക്കിലൂടെ ഒരു ചെറിയ വാക്ക് നമ്മൾ ചെറിയ ശബ്ദത്തിൽ പറയുമ്പോൾ അത് ആംപ്ലിഫൈ ചെയ്ത് വലിയ ശബ്ദമായിട്ട് നമുക്ക് പുറമേ കേൾക്കാൻ പറ്റും. വലിയ ബോക്സിലൂടെ നല്ല ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന അവിടെ കറണ്ട് ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയ ശബ്ദമായി പുറത്തേക്ക് വിടും. നമ്മൾ പറയുന്ന സൗണ്ടിനേക്കാൾ വലിയ ശബ്ദമായി പുറത്തേക്ക് വിടുന്ന പോലെ ചെറിയ എമൗണ്ട് സിഗ്നൽ ഹോർമോണുകളെ വരുന്നുള്ളൂ. പക്ഷേ ആ ഹോർമോണിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയ എമൗണ്ട് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ സിഗ്നൽ ഈസ് വെരി സ്മോൾ and it enter into a cascade of reaction. That cascade will produce a final response, that is the response that is amplified thousands of times. Single time alla, 10 time alla, 100 time alla, 1000 time amplification take place. Okay, on the initial signal. Initial signal is amplified to 1000 times. ഓക്കെ, അത്രയും ടൈം ആംപ്ലിഫൈ ചെയ്തിട്ടാണ് അവിടെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ നെഗ്ലിജിബിൾ എമൗണ്ട്, വളരെ ലോ എമൗണ്ട് ഓഫ് ഹോർമോൺസ് ആണ് എന്ത് ചെയ്യുന്നുള്ളൂ, സെക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ ഫൈനൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് എമൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് മെക്കാനിസം ഓഫ് ഹോർമോൺ. ആ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഹോർമോൺ എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം. ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ഫ്രം എ ഗ്ലാൻഡ്. നോർമലി അത് തൈറോയിഡ് ഗ്ലാൻഡ് ആവാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആവാം, അഡ്രിനൽ ഗ്ലാൻഡ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ചില സെല്ലുകളായിരിക്കാം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലൊക്കെ സെല്ലുകൾ മാത്രമാണ്. ഓക്കെ, എട്രിയത്തിലുള്ള സെല്ലുകളാണ്. ചിലപ്പോൾ അത് ഗ്ലാൻഡുകളാവാം. എന്തായാലും ഹോർമോൺസ് ആർ സെക്രീറ്റഡ്. ദർ ഈസ് നോ ഡെക്സ് ഫോർ ഇറ്റ്സ് ട്രാൻസ്പോർട്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി സെക്രീറ്റഡ് ഇൻ ടു അവർ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഡെക്ലെസ് ഗ്ലാൻഡുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ. ഓക്കെ, അപ്പോൾ they are secreted into blood circulatory system and these hormones are transported through the blood circulatory system and finally it reaches the target organ. ഓക്കെ, ടാർഗറ്റ് റീജിയണിലേക്ക്, അവിടെ ടാർഗറ്റ് ഓർഗനിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ആ ഹോർമോൺ ബ്ലഡിലൂടെ എങ്ങനെ പോയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ടാർഗറ്റ് ഓർഗൻ ഐഡൻറ്റിഫൈ ചെയ്യുക? ഓക്കെ, എങ്ങനെയാണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഹൈപ്പോതലാമസിൽ നമ്മൾ പറഞ്ഞു, ഹൈപ്പോതലാമസ് വാസോപ്രസിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുക? ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ, ബ്ലഡ് വോളിയം കുറയുമ്പോൾ വാസോപ്രസിൻ സെക്രീറ്റ് ചെയ്യും. ഡയൂറസിസ് നടക്കുമ്പോൾ, വാട്ടർ കൂടുതലായിട്ട് ബോഡിയിൽ നിന്ന് എക്സ് എമൗണ്ട് ഓഫ് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ബ്ലഡ് വോളിയം കുറയുന്ന സമയത്ത് ഓസ്മോ റിസെപ്റ്റർ പ്രസൻറ്റ് ഇൻ ദ ഹൈപ്പോതലാമസ് ഈസ് സ്റ്റിമുലേറ്റഡ് ആൻഡ് എ ഹോർമോൺ കോൾഡ് വാസോപ്രസിൻ ഈസ് സെക്രീറ്റഡ്. Vasopressin is transported to blood circulatory system and finally it reaches എവിടെ എത്തിച്ചേരും? റീനൽ ട്യൂബ്യൂൾ, കളക്റ്റിംഗ് ട്യൂബ്യൂളിലേക്ക് എത്തിച്ചേരും. റീനൽ ട്യൂബ്യൂൾ, കിഡ്നിയിലെ റീനൽ ട്യൂബ്യൂളിൽ എത്തിച്ചേരും. എങ്ങനെയാണ് അത് റീനൽ ട്യൂബ്യൂളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത്, എന്നിട്ട് അവിടെ പോയിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്? റീനൽ ട്യൂബ്യൂൾ ഹാസ് സം സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഫോർ ഐഡൻറ്റിഫൈയിങ് ദിസ് ഹോർമോൺ. ഓക്കെ, സോ റിസെപ്റ്റർ ഐഡൻറ്റിഫൈസ് ദിസ് ഹോർമോൺ. അവിടെ ഹോർമോൺ എന്ന് പറയുന്ന ലിഗാൻഡിനെ റിസെപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ ഹോർമോൺ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഹോർമോണിൻ്റെ റിസെപ്റ്ററെ കുറിച്ചാണ്. ഹോർമോൺ റിസീവ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എൻഡോക്രൈൻ ഗ്ലാൻഡ്.
എൻഡോക്രൈൻ ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ ആ ഹോർമോൺ റിസീവ് ചെയ്യുന്നത് എന്തുണ്ടാവും, ഹോർമോൺ റിസപ്റ്റർ ഉണ്ടാവും. രണ്ട് അടുത്തടുത്തല്ല. എൻഡോക്രൈൻ ഗ്ലാൻഡ് നേരെ ബ്ലഡിലേക്കാണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഹോർമോൺ കറങ്ങി തിരിഞ്ഞ് എവിടെയാണോ ടാർഗറ്റ് ഓർഗൻ അവിടെ അതിൻ്റെ റിസപ്റ്റർ ഉണ്ടാവും, ഹോർമോൺ റിസപ്റ്റർ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റിസപ്റ്റർ പ്രോട്ടീൻ, ഹോർമോൺ റിസപ്റ്റർ. ഹോർമോൺ റിസപ്റ്റർ ഈസ് എ receptor protein. It is located on the surface of a cell or cell cytoplasm. അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ രണ്ട് വിധത്തിലുണ്ട് എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് എ സെൽ ഓർ സെൽ സൈറ്റോപ്ലാസം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എയ്തർ ഓൺ ദി സർഫസ് ഓർ ദി സൈറ്റോപ്ലാസം ഓർ ഇൻസൈഡ് ദി സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ സെല്ലിലാണല്ലോ ഈ റിസപ്റ്റർ ഉണ്ടാവുക. ആ സെല്ലിൻ്റെ സർഫസ് മെംബ്രെയിനിൽ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന രൂപത്തിൽ ഹോർമോൺ റിസപ്റ്റർ ഉണ്ടാവാം. ഹോർമോൺ റിസപ്റ്റർ ആരാ, ഹോർമോൺ റിസീവ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ചിലപ്പോൾ അത് സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസ്റ്റിലായിരിക്കും കാണുക, ചിലപ്പോൾ അത് ന്യൂക്ലിയർ മെംബ്രെയിനിലായിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ റിസപ്റ്റർ എപ്പോഴും പുറത്തുണ്ടാവണമെന്നില്ല. ഹോർമോൺ റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കാണാം, സെൽ സൈറ്റോപ്ലാസ്റ്റിൽ കാണാം, അല്ലെങ്കിൽ എവിടെ കാണാം, സെൽ സർഫസിൽ കാണാം. ഓക്കെ, എന്തായാലും ഹോർമോൺ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ഫർദർ മെക്കാനിസം നടക്കുന്നത്. ഓക്കെ, റിയാക്ഷൻ നടക്കുന്നത്. സോ ദ ഹോർമോൺ ബൈൻഡ് ദെയർ കറസ്പോണ്ടിങ് റിസപ്റ്റേഴ്സ് ആൻഡ് ചേഞ്ച് ദ കൺഫിഗറേഷൻ ഓഫ് ദ റിസപ്റ്റേഴ്സ് ടു എലിസിറ്റ് ദി റെസ്പോൺസ്. അപ്പോൾ റിസപ്റ്ററിൽ ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നവരെ ആ ഒരു റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. റിസപ്റ്ററിൽ ഹോർമോൺ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫിഗറേഷൻ ചേഞ്ച് ഉണ്ടാകുന്നു, റിസപ്റ്റർ ആക്റ്റീവ് ആകുന്നു, ഫർദർ റിയാക്ഷൻ ടേക്ക് പ്ലേസ്, ആംപ്ലിഫിക്കേഷൻ ഓഫ് സിഗ്നൽ ആൻഡ് ഫൈനൽ റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹോർമോൺ ആദ്യം എൻഡോക്രൈൻ ഗ്ലാൻഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു, ഹോർമോണിനെ ഒരു റിസപ്റ്റർ റിസീവ് ചെയ്യുന്നു. ആ റിസപ്റ്റർ എവിടെയൊക്കെ കാണാം, പ്ലാസ്മ മെംബ്രെയിനിൽ കാണാം, സെല്ലിൻ്റെ മെംബ്രെയിനിൽ കാണാം, സെൽ സർഫസിൽ കാണാം, ഓർ സെൽ സൈറ്റോപ്ലാസ്റ്റിൽ കാണാം. എന്തുകൊണ്ടാണ് ചില റിസപ്റ്റർ സെല്ലിൻ്റെ മെംബ്രെയിനിൽ കാണുന്നത്, ചില റിസപ്റ്റർ സെൽ സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്നത്? എന്താ അതിൻ്റെ റീസൺ? സെൽ റിസപ്റ്റർ, ഈ പറഞ്ഞ ഹോർമോൺ റിസപ്റ്റർ സെല്ലിൻ്റെ സർഫസിൽ സെൽ മെംബ്രെയിനിൽ കാണുന്നു, പക്ഷേ ചില റിസപ്റ്റർ കാണുന്നത് സെല്ലിൻ്റെ ഉള്ളിലാണ്, സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുന്നത്. എന്താ കാരണം? അത് ഹോർമോണിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ചില ഹോർമോണുകൾക്ക് ഈ സെൽ മെംബ്രെയിനിലൂടെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസ്റ്റിലേക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ട്, ഉള്ളിലേക്ക് കയറാൻ പറ്റും. ചില ഹോർമോണുകൾക്ക് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനെ കടന്ന് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇവരാണ് പെപ്റ്റൈഡ് ഹോർമോൺ. പെപ്റ്റൈഡ് ഹോർമോണിനെ സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളിലേക്ക് കടത്തി വിടില്ല. ബട്ട് സ്റ്റീറോയിഡ് ഹോർമോൺ ക്യാൻ ഡയറക്റ്റ്ലി എൻ്റർ ഇൻ ടു സൈറ്റോപ്ലാസം. സ്റ്റീറോയിഡ് ഹോർമോൺ ഉള്ളിലേക്ക് കയറി പോവാം. അതുകൊണ്ട് റിസപ്റ്റർ ഫോർ സ്റ്റീറോയിഡ് ഹോർമോൺ, ദ റിസപ്റ്റേഴ്സ് ഫോർ സ്റ്റീറോയിഡ് ഹോർമോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. റിസപ്റ്റേഴ്സ് ഫോർ ഏത് ഹോർമോണാണ്? പെപ്റ്റൈഡ് ഹോർമോൺസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി സെൽ സർഫസ്. സെൽ സർഫസിൽ കാണുന്നപ്പോൾ പെപ്റ്റൈഡ് ഹോർമോണാണ്. എന്താ കാരണം? ആ പെപ്റ്റൈഡ് ഹോർമോണിന് ഉള്ളിലേക്ക് എൻട്രി ഇല്ല. ഓക്കെ, സോ സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്ററാണ്. സ്റ്റീറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ലവിങ് ആയിട്ടുള്ള ഹൈഡ്രോ ഫോബിക് പക്ഷേ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഹോർമോണുകളാണ് സ്റ്റീറോയിഡ് ഹോർമോൺ. ലിപ്പോഫിലിക് ഹോർമോണുകളാണ്. Lipophilic hormone can easily passes through the plasma membrane. It can enter into the cytoplasm. So receptor for steroid hormones are located in the cytoplasm. Steroid hormone മാത്രമല്ല, ആകെ വളരെ ചെറുതായിട്ടുള്ള ഒരു അമിനോ ആസിഡിൻ്റെ വലിപ്പം മാത്രമുള്ള അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള തൈറോയിഡ് ഹോർമോൺസിൻ്റെ റിസപ്റ്ററും എവിടെ തന്നെ കാണുക? ഈ പറഞ്ഞ സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുക. ഓക്കെ, സോ ദ റിസപ്റ്റേഴ്സ് ഫോർ സ്റ്റിറോയിഡ് ഹോർമോൺ ആൻഡ് ദ തൈറോയിഡ് ഹോർമോൺസ് ആർ പ്രോട്ടീൻസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദി ടാർഗറ്റ് സെൽ. അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോൺ മാത്രമല്ല, തൈറോയിഡ് ഹോർമോൺ വളരെ ചെറുതായതുകൊണ്ട് അതിനും ഈസി ആയിട്ട് എങ്ങനെ കടന്നു പോവാം? പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്ന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അതും എവിടെയാണ് കാണുന്നത്? സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുന്നത്. ഓക്കെ, ദീസ് ഹോർമോൺസ് ആർ ലിപ്പിഡ് സൊല്യൂബിൾ. ദേ റെഡിലി പാസ് ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ബൈൻഡ് ദെയർ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഇൻസൈഡ് ദി സെൽ. സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസ്റ്റിലാണ് അവരുടെ റിസപ്റ്റർ ഉണ്ടാവുക. കാരണം ക്ലിയർ ആണല്ലോ. പെപ്റ്റൈഡ് ഹോർമോൺ റിസപ്റ്റർ, പെപ്റ്റൈഡ് ഹോർമോണിന് പാവങ്ങളെ കടത്തി വിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പറയും നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങൾ എന്താണ്? പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ്, ഹൈഡ്രോഫിലിക്കാണ്, ലിപ്പോഫോബിക്കാണ്. ലിപ്പോഫോബിക് ആയിട്ടുള്ള ആളുകളെ ഞങ്ങൾ ലിപ്പിഡ് മെംബ്രെയിൻ ഉള്ളിലേക്ക് കടത്തി വിടില്ല, അവിടെ നിന്നോ എന്ന് പറയും. ഓക്കെ, സോ പെപ്റ്റൈഡ് ഹോർമോൺസ് ആർ ലിപ്പോഫിലിക്, ഹെൻസ് കനോട്ട് ലിപ്പോഫോബിക്,
hence cannot cross the plasma membrane to reach the target tissue. അപ്പോൾ അവരവിടെ പുറത്ത് നിൽക്കും, വെയിറ്റ് ചെയ്ത് നിൽക്കും. They cannot cross the plasma membrane. The receptors are located on the plasma membrane of the target cells. Okay, so their receptors are present on the plasma membrane. അതിൻ്റെ സർഫസിലാണ് കാണുക. Okay, so a hormone binds this specific receptor, form a hormone receptor complex that in turn elicit a response internally. So there is no internal entry. That's why this hormone binds the receptor located on the surface of the membrane, and receptor hormone complex is formed that elicit a configurational change in the receptor and cause a response internally. Internally a response is generated. Okay, clear അല്ലേ? ഉള്ളിലേക്ക് കയറുന്നില്ല, ഹോർമോൺ റിസപ്റ്റർ പുറത്താണ് ഇരിക്കുന്നത്, അതിലാണ് ഈ പെപ്റ്റൈഡ് ഹോർമോൺ ഒന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഗറേഷണൽ ചേഞ്ചിൽ ഉള്ളിലേക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ പെപ്റ്റൈഡ് ഹോർമോൺ റിസപ്റ്റർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്റ്റീറോയിഡ് ഹോർമോൺ റെസ്പോൺസ് ആണ്. സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്റർ നമ്മൾ പഠിച്ചു, അത് സൈറ്റോപ്ലാസ്റ്റിലാണ് കാണുക. ഇനി എങ്ങനെയാണ് സ്റ്റീറോയിഡ് ഹോർമോൺ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, the steroid hormones are lipid soluble, so they can easily diffuse across the plasma membrane. Okay, so they diffuse across the plasma membrane and interact with the receptor in the cytoplasm. Okay, സൈറ്റോപ്ലാസ്റ്റിൽ എവിടെയൊക്കെ ആവാം? സൈറ്റോപ്ലാസ്റ്റിൽ വെറുതെ കിടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ന്യൂക്ലിയസിലായിരിക്കാം കേട്ടോ. ന്യൂക്ലിയസിലുണ്ടാവാം, സൈറ്റോപ്ലാസ്റ്റിലുണ്ടാവാം. രണ്ടും സൈറ്റോപ്ലാസ്റ്റിലാണല്ലോ, ന്യൂക്ലിയസ് സൈറ്റോപ്ലാസ്റ്റിലാണല്ലോ. The example for steroid hormones are progesterone, testosterone, cortisol, estrogen. Adrenal cortex സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളൊക്കെ ഒരുവിധം എന്താണ്? അത് സ്റ്റീറോയിഡ് ഹോർമോണാണ്. പ്രൊജസ്റ്ററോൺ, ടെസ്റ്റോസ്റ്ററോൺ, കോർട്ടിസോൾ, ഈസ്ട്രോജൻ. ആൻഡ് അമീൻ ഹോർമോൺ എക്സാമ്പിൾ ആയിട്ടുള്ള തൈറോക്സിൻ, ഓൾ ആർ സ്റ്റീറോയിഡ് ഹോർമോൺസ്. ഇനി സ്റ്റെപ്സ് ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺ റെസ്പോൺസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുകയാണ്. സ്റ്റീറോയിഡ് ഹോർമോണിൻ്റെ റെസ്പോൺസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഹോർമോൺ വരുന്നു, സ്റ്റീറോയിഡ് ഹോർമോൺ വരുന്നു. ഓക്കെ, അതിൻ്റെ ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് അതെന്ത് ചെയ്യുന്നു? ലിപ്പിഡ് സ്റ്റീറോയിഡ് ഹോർമോൺ ഇപ്പോൾ അഡ്രിനൽ കോർട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഹോർമോൺ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അത് ഫൈനലി ഏത് സെല്ലിലേക്കാണ് എത്തേണ്ടത് ആ സെല്ലിൻ്റെ അവിടെ എത്തുന്നു. അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്ത് സെൽ സൈറ്റോപ്ലാസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ലിപ്പിഡ് സൊല്യൂബിൾ ഹോർമോൺ ഈസിലി പാസസ് ത്രൂ ദി ലിപ്പിഡ് ബൈലെയർ ഓഫ് ദ സെൽ മെംബ്രെയിൻ and it diffuses across the plasma membrane and enter into the cytoplasm. After entering the cell cytoplasm, എന്ത് സംഭവിക്കും? They can see the specific receptor. Okay, and they interact with their specific steroid receptor located in the cytoplasm or nucleus. Okay, so they interact with their specific steroid receptors. They interact with their specific steroid receptor. അപ്പോൾ steroid hormone പ്ലാസ്മ മെംബ്രെയിൻ വഴി ഉള്ളിലേക്ക് കയറി അതിൻ്റെ റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. റിസെപ്റ്റർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി സൈറ്റോപ്ലാസം, ഇൻ ദി സൈറ്റോപ്ലാസം, ആൻഡ് റിസെപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഈസ് ഫോം. ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് ഈസ് ഫോം. Then this hormone receptor complex then enters the nucleus. അങ്ങനെ ഉണ്ടാവുന്ന ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് then it enters the nucleus. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ആൻഡ് ആക്ട് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, +2 പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. ട്രാൻസ്ക്രിപ്ഷൻ DNA RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്തിനാണ് DNA RNA ഉണ്ടാകുന്നത്? ഈ RNA എന്നാണ് അമിനോ ആസിഡുകൾ ഉണ്ടാവുക. അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോട്ടീനുകൾ ഉണ്ടാവുന്നു. ഓക്കെ, സോ DNA RNA ഉണ്ടാവുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ, RNA പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. DNA RNA ഉണ്ടാവുന്ന ട്രാൻസ്ക്രിപ്ഷൻ, RNA പ്രോട്ടീൻ ഉണ്ടാവുന്ന ട്രാൻസ്ലേഷൻ. ഈ DNAയിൽ നിന്ന് RNA ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, DNAയിൽ നിന്ന് RNA ഉണ്ടാവുന്നതിന് ലക്ഷ്യം എന്താ? ഫൈനൽ പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രോട്ടീൻ എന്തിനാ ഉണ്ടാകുന്നത്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫങ്ഷനുകളെയും കൺട്രോൾ ചെയ്യുന്ന ഇതുപോലത്തെ പ്രോട്ടീനുകളാണ്. ഓക്കെ, പല പല വ്യത്യസ്തമായ റിയാക്ഷൻസ്, മെറ്റാബോളിക് ആക്ഷനൊക്കെ നടക്കുന്നത് പ്രോട്ടീനുകളാണ്. എൻസൈമുകളൊക്കെ പ്രോട്ടീനാണ്, അറിയാം. എൻസൈമുകളൊക്കെ പ്രോട്ടീനാണ്, പല ഹോർമോണുകളും പ്രോട്ടീനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോഡിയിലെ ഈ പ്രോട്ടീനുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ്.
ഇപ്പോൾ നോർമലി എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ വേണമെന്ന് വിചാരിക്കുക. ആ പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? DNA ആദ്യം RNA ഉണ്ടാവണം, RNA പിന്നെ എന്തുണ്ടാവണം? പ്രോട്ടീൻ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ DNA RNA ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അവിടെ ചില ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകളുടെ ഹെൽപ്പ് വേണം. ഓക്കെ, ചില ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ ഉണ്ടെങ്കിലേ അവിടെ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. DNA എന്തുണ്ടാവുള്ളൂ? RNA ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ ഉണ്ടാക്കേണ്ട പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനാണ് ഈ ഹോർമോൺ വന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിൻ്റെ കേസ് പറയാം. ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി വഴിയായിട്ട് ഈ പറഞ്ഞ വാസോപ്രസിൻ സെക്രീറ്റ് ചെയ്തു. ഈ വാസോപ്രസിൻ നേരെ വന്നിട്ട് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു. വാസോപ്രസിൻ വന്നിട്ട് റീനൽ ട്യൂബ്യൂളിലെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, പറഞ്ഞില്ലേ, റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു DNA ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ടുള്ള പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് DNA നിന്ന് RNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. RNA ഒരു അക്വാപോറിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. അക്വാപോറിൻ, ആ അക്വാപോറിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഈ റിനൽ ട്യൂബ്യൂളിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടാണ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസിസ് ഇതിലുള്ളതല്ല, എക്സ്ട്രാ പറഞ്ഞെന്ന് മാത്രം. ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക. ഓക്കെ, ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തിട്ട് അതൊരു ചാനലായിട്ട് മാറിയാൽ മാത്രമേ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സീരീസ് ഓഫ് റിയാക്ഷൻ വഴിയായിട്ടാണ്. അതേപോലെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോണുകളും ഇതുപോലെ സെക്രീറ്റ് ചെയ്ത് വന്ന് സൈറ്റോപ്ലാസ്റ്റിൽ എൻ്റർ ചെയ്ത് അത് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടായി. ഈ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഫൈനലി എൻ്റർ ദി ന്യൂക്ലിയസ്. ഓക്കെ, എൻ്റേഴ്സ് ദി ന്യൂക്ലിയസ് ആൻഡ് ആക്ട് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. എന്തിനാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ DNA റീജിയനെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് RNA ഉണ്ടാവാനാണ്. ആ RNA എന്തുണ്ടാവും? പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീൻ ആയിരിക്കും ഫങ്ഷണൽ പ്രോട്ടീൻ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോട്ടീൻ. ഓക്കെ, സോ ദാറ്റ് റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് എൻ്റർ ദി ന്യൂക്ലിയസ് ആൻഡ് ആക്ട് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? റോൾ ഓഫ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. Receptor complex is formed in the cytoplasm. It has high affinity for DNA. By binding to a specific sequence of DNA, it is possible to switch a particular gene on or off. രണ്ടും നടത്താം കേട്ടോ. ചിലപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ജീനിനെ, ഒരു പെർട്ടിക്കുലർ RNA സിന്തസിസിനെ പ്രിവെൻറ്റ് ചെയ്യാം. ചിലപ്പോൾ അത് RNA സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷൻ നടത്തും ചെയ്യാം. എയ്തർ പ്രിവെൻറ്റ് ഓർ സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ, ഇൻഹിബിറ്റ് ഓർ സ്റ്റിമുലേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ട് റോളും ഉണ്ട്. Okay, so when the gene is switched on, the transcription product RNA is formed. Okay, when the gene is switched on, the transcription product RNA forms. RNA exit the nucleus, it may translate to specific protein ആയിട്ട് മാറുന്നു. This protein in turn perform a biological task. അപ്പോൾ ഒരു ബയോളജിക്കൽ ടാസ്ക് ചെയ്യേണ്ട പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ആ ഹോർമോൺ നേരെ ബ്ലഡിലൂടെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അത് സെക്രീറ്റ് ചെയ്യുന്നു. ബ്ലഡിലൂടെ അത് സൈറ്റോപ്ലാസ്റ്റിൽ എത്തിച്ചേരുന്നു. ബ്ലഡിലൂടെ അത് സെല്ലിൽ എത്തിച്ചേരുന്നു. സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ലിപ്പിഡ് സ്റ്റിറോയിഡ് ഹോർമോൺ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഉള്ളിലേക്ക് കയറുന്നു. അതിൻ്റെ സ്റ്റിറോയിഡ് റിസപ്റ്റർ സൈറ്റോപ്ലാസ്റ്റിലുണ്ടാവും. റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അത് നേരെ അതിന് DNA എന്തുണ്ട്? ഹൈ അഫിനിറ്റി ഉണ്ട്. അത് നേരെ ന്യൂക്ലിയസിലേക്ക് കയറുന്നു. ന്യൂക്ലിയസിലെ സ്പെസിഫിക് റീജിയണിൽ അത് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ അതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ചിലപ്പോൾ ജീനിനെ ആക്റ്റീവ് ആക്കാം, ഇനാക്റ്റീവ് ആക്കാം. ആക്റ്റീവ് ആക്കുക എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പെർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ആ ഒരു സ്പെസിഫിക് RNA സിന്തസൈസ് ചെയ്യുന്നു. ആ RNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ത്രൂ ട്രാൻസ്ലേഷൻ ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ആ ഒരു ബയോളജിക്കൽ ടാസ്ക് ചെയ്യുന്നു. ഓക്കെ, പെർഫോം എ ബയോളജിക്കൽ ടാസ്ക്. ഇതാണ് സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ പാത്വേ. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. മറക്കരുത്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഹോർമോൺ പ്ലാസ്മ മെംബ്രെയിനിലൂടെ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്ത് ഫൈനലി സെല്ലിൽ എത്തിച്ചേർന്ന് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ വഴിയായിട്ട് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എൻ്റർ ചെയ്ത് അതിൻ്റെ റിസപ്റ്ററെ കണ്ടുപിടിച്ച് റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഫോം ചെയ്ത് അത് നേരെ ന്യൂക്ലിയസിലേക്ക് പോയി ന്യൂക്ലിയസിൽ DNA ബൈൻഡ് ചെയ്ത് DNA ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ജീന് സ്വിച്ച് ഓഫ് ആവും. സ്വിച്ച് ഓൺ ആവുക എന്നുണ്ടെങ്കിൽ
ഒരു പർട്ടിക്കുലർ ജീൻ ആക്റ്റീവ് ആവുന്നു, ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു, ആ പ്രോട്ടീൻ അതിൻ്റെ ബയോളജിക്കൽ ടാസ്ക് ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജി പ്രോട്ടീൻ കപ്പിൾഡ് പാത്വേ. ജി പ്രോട്ടീൻ കപ്പിൾഡ് പാത്വേ ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ പാത്വേ. ജി പ്രോട്ടീൻ കപ്പിൾഡ് പാത്വേ എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ഹോർമോൺ പാത്വേ ആണ്. ഫസ്റ്റ് പഠിച്ചത് സ്റ്റീറോയിഡ് ഹോർമോണാണ്. പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ പ്രത്യേകത എന്താ? അവർ ഈ പറഞ്ഞ പോലെ തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യും. ഇപ്പോൾ ബീറ്റാ സെൽ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, പാൻക്രിയാസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഫംഗ്ഷനുള്ള പാൻക്രിയാസ്, അതിൻ്റെ ബീറ്റാ സെല്ലുകൾ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, ആ ഇൻസുലിൻ ഇതുപോലെ വന്നു ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് നേരെ എവിടെ? ടാർഗറ്റ് ഓർഗനിൽ എത്തിച്ചേരുന്നു. പക്ഷേ അതിനുള്ളിൽ കയറാൻ പറ്റുമോ? സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ബിക്കോസ് ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. പെപ്റ്റൈഡ് ഹോർമോൺ ആയതുകൊണ്ട് ഇറ്റ് കനോട്ട് എൻ്റർ ദി സൈറ്റോപ്ലാസം. Plasma membrane prevents the entry. So, peptide hormones such as glucagon, vasopressin, etc. bind the extracellular domain of the membrane-bound G-protein coupled receptor. So, ഇവരുടെ റിസപ്റ്റർ എവിടെ ഉണ്ടാവുക? പ്ലാസ്മ മെംബ്രെയിനിലാണ് ഉണ്ടാവുക. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. സൈറ്റോപ്ലാസിലല്ല, പ്ലാസ്മ മെംബ്രെയിനിലാണ് ഇവരുടെ റിസപ്റ്റർ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ റിസപ്റ്ററിൻ്റെ പേരാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ, ജി പ്രോട്ടീൻ കപ്പിൾഡ്. വേറെ പല റിസപ്റ്ററുകളുണ്ട്. തൽക്കാലം നമ്മൾ ഒന്ന് പഠിക്കുന്നു, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഓക്കെ, അതെവിടെ ഉണ്ടാവുക? പ്ലാസ്മ മെംബ്രെയിനിലാണ് ഉണ്ടാവുക. എക്സ്ട്രാ സെല്ലുലാർ റീജിയണിലാണ് ഉണ്ടാവുക ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇനി എന്താണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ? എ റിസപ്റ്റർ കപ്പിൾഡ് വിത്ത് ജി പ്രോട്ടീൻ. ഓക്കെ, എ റിസപ്റ്റർ കപ്പിൾഡ് വിത്ത് ജി പ്രോട്ടീൻ. ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ കൂടെ കപ്പിൾ ചെയ്ത് ഒരുമിച്ച് കാണുന്ന ഒരു റിസപ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. അപ്പോൾ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും? ഒരു റിസപ്റ്ററും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ജി പ്രോട്ടീനും ഉണ്ടാവും. ഓക്കെ, റിസപ്റ്റർ പ്ലസ് ജി പ്രോട്ടീൻ ആണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ക്ലിയർ അല്ലേ? ആ വേർഡ് ക്ലിയർ അല്ലേ? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുമ്പോൾ റിസപ്റ്റർ പ്ലസ് ജി പ്രോട്ടീൻ. അപ്പോൾ എന്താണ് ഈ ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ജി ടി പി പ്രോട്ടീനാണ്. ജി ടി പി ബൗണ്ട് പ്രോട്ടീൻ. ജി ടി പി ബൗണ്ട് പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ്റെ കൂടെ ജി ടി പി വരുന്നതാണ് ജി പ്രോട്ടീൻ. ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ അതിൻ്റെ കൂടെ ജി ടി പി അറ്റാച്ച് ചെയ്ത് വരുന്നു, അപ്പോൾ ജി പ്രോട്ടീനായി. അപ്പോൾ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ 3 ആൾക്കാരെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജി ടി പി, പിന്നെ പെർട്ടിക്കുലർ പ്രോട്ടീൻ, പിന്നെ റിസപ്റ്റർ. ജി ടി പി, പ്രോട്ടീൻ, റിസപ്റ്റർ. അതാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിന് അതെവിടെ കാണുക? പ്ലാസ്മ മെംബ്രെയിനിലെ കാണുക. അത് ഉള്ളിലല്ല, സൈറ്റോപ്ലാസ്റ്റിലല്ല. കാരണം ഈ വരുന്ന ഹോർമോണുകൾക്ക് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഇത് പ്ലാസ്മ മെംബ്രെയിനിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിന് അതിന് 3 ഡൊമൈൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനതിൽ ജസ്റ്റ് ഇവിടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഇതാണ് മെംബ്രെയിൻ എന്ന് വിചാരിക്കുക. ഇതാണ് മെംബ്രെയിൻ. ഓക്കെ, ഇതാണ് ഹോർമോൺ വരുന്നത്. ഹോർമോൺ ഇവിടെ വരുമ്പോൾ ഇവിടെ റിസപ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഈ റിസപ്റ്ററിന് 3 ഭാഗമുണ്ട്. ഒന്ന് ഇതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, പിന്നെ ഇതിനെ ഒരു ട്രാൻസ് മെംബ്രെയിൻ ഡൊമൈൻ. മെംബ്രെയിനിൽ ഇത് മെംബ്രെയിൻ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് ഡബിൾ വാൾഡ് മെംബ്രെയിൻ ആണ്. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, ട്രാൻസ് സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, പിന്നെ ഇതിനൊരു സൈറ്റോസോളിക് ഡൊമൈനും ഉണ്ട്. ഓക്കെ, സൈറ്റോസോളിക് ഡൊമൈൻ ഉണ്ട്. സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇതാണ് ഹോർമോൺ നേരെ വരുന്നു, ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. So peptide hormones such as glucagon, vasopressin, etc. bind the extracellular domain of the membrane-bound G protein coupled receptor. ഓക്കെ, ഇങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ആണ്. അപ്പോൾ 3 ഡൊമൈൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആരുണ്ടാവും? വേറൊരു പ്രോട്ടീൻ ഉണ്ടാവും. പ്രോട്ടീൻ്റെ പേരാണ് ജി പ്രോട്ടീൻ. അപ്പോൾ ഈ റിസപ്റ്ററിൻ്റെ കൂടെ ജി പ്രോട്ടീൻ അറ്റാച്ച് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ജി ടി പി ഉണ്ടാവും. അങ്ങനത്തെ ഒരു റിസപ്റ്ററാണെന്ന് വിചാരിക്കുക. ജി ടി പി, ജി പ്രോട്ടീൻ പ്ലസ് റിസപ്റ്റർ. റിസപ്റ്റർ ഹാസ് എ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ, ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ആൻഡ് സൈറ്റോസോളിക് ഡൊമൈൻ. So hormone comes here and binds the receptor. So this induces a conformational change in the receptor. Okay, this induces a conformational change in the receptor. So that conformational change allow the cytosolic domain എന്ന് പറയുമ്പോൾ ഏതാ ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ഡൊമൈൻ. ഓക്കെ, ഉള്ളിലുള്ള ഡൊമൈൻ. The conformational change allows the cytosolic domain of the receptor to bind a G protein. Okay, that conformational change allows the cytosolic domain. അപ്പോൾ ഇവിടെ
ഇതാ ഇവിടെ ജി പ്രോട്ടീൻ ഇവിടെ വരിക. ഓക്കെ, ഈ ഭാഗത്ത് വരാം, അവിടെയല്ല, ഉള്ളിലായിട്ട്. സോ ദിസ് കൺഫർമേഷണൽ ചേഞ്ച് അലൗ ദ സൈറ്റോസോളിക് ഡൊമൈൻ ഓഫ് ദ റിസപ്റ്റർ ടു ബൈൻഡ് എ ജി പ്രോട്ടീൻ. ആൻ ഇൻഡ്യൂസ് റിസപ്റ്റർ ക്യാൻ ആക്ടിവേറ്റ് നമ്പർ ഓഫ് ജി പ്രോട്ടീൻ മോളിക്യൂൾ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു ജി പ്രോട്ടീനെ ഇവിടെ ബൈൻഡ് ചെയ്യുന്നു. ദ കൺഫർമേഷണൽ ചേഞ്ച് ഇവിടെ ഉണ്ടാകുമ്പോൾ, ഇവിടെ റിസപ്റ്ററിൽ ഹോർമോൺ എന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. ദാറ്റ് അലോ സൈറ്റോസോളിക് ഡൊമൈൻ, ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിലാണ്, സൈറ്റോസോളിക് ഡൊമൈനിലാണ് ആരും ഒന്ന് ബൈൻഡ് ചെയ്യുന്നത്, റിസപ്റ്റർ ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, ജി പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ജി പ്രോട്ടീൻ പറയുമ്പോൾ പ്രോട്ടീൻ അറ്റാച്ച്ഡ് വിത്ത് GTP, അങ്ങനെ ജി പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ an induced receptor can activate a number of G protein molecules simultaneously. A single induced receptor can activate a number of G protein. ഓക്കെ, കുറേ ജി പ്രോട്ടീനെ ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു, സിഗ്നലിൻ്റെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നു. So G protein can bind GTP to get itself activated, hence the name G protein. G protein can bind GTP to get itself activated. So it consists of 3 subunit. The alpha, beta, gamma എന്ന് പറയുന്ന 3 സബ്യൂണിറ്റുകൾ ഉണ്ടാവും ജി പ്രോട്ടീൻ, അതിൻ്റെ കൂടെ GTP ഉണ്ടാവും. ഓക്കെ, the activated G protein then undergoes dissociation so that a subunit is separated. അതിൽ ആൽഫ സബ്യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ ഗാമ മാത്രമായിട്ട് മാറുന്നു. ഓക്കെ, the separated subunit carries the signal to the new target, the effector. The separated subunit carries the signal to the new target, the effector. Okay, ഇത് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ സെൽ ബയോളജിയിൽ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സെൽ ബയോളജിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഈ സിഗ്നലിംഗ് പാത്വേ എന്ന് പറയുന്നത്. So separated subunit carries the signal to the new target, the effector. പിന്നെ കൂടുതലായിട്ട് പറയണ്ട. So induced receptor can activate a number of G protein molecules that result signal amplification. The G protein can bind GTP to get itself activated. That G protein has 3 subunit. The activated G protein then undergo dissociation. Alpha, beta, gamma subunit ഉണ്ടാവും. അതിൽ alpha is dissociated from beta, gamma, and that alpha carries the signal to the new target, the effector. അഡിനൈൽ സൈക്ലേസിലേക്ക് ഈ സിഗ്നലിനെ കൊണ്ടുവന്നു. എക്സാമ്പിളായിട്ട് പറയുന്നത് അഡിനൈൽ സൈക്ലേസിൽ പോയിട്ട് ATPനെ സൈക്ലിക് AMP ആക്കി മാറ്റുന്നു. ഓക്കെ, അവിടെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു ജി പ്രോട്ടീൻ ചെയ്യുന്നത്. സെപ്പറേറ്റഡ് സബ് യൂണിറ്റ് ക്യാരീസ്, ആൽഫ സബ് യൂണിറ്റ് നേരെ പോയിട്ട് അഡിനൈൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കുന്നു. The activated effector undergoes a conformational change that leads to the production of the second messenger. Adenyl cyclase in the case, second messenger is formed from ATP to cyclic AMP. Cyclic AMP ഉണ്ടാവുന്നത് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. അത് ആരാണ് ഫോം ചെയ്യുന്നത്? അഡിനൈൽ സൈക്ലേസ് ആണ്. അഡിനൈൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കുമ്പോൾ അത് ATPയെ സൈക്ലിക് AMP ആയിട്ട് മാറ്റുന്നു. മറ്റുള്ള സെക്കൻഡ് മെസ്സഞ്ചർ എക്സാമ്പിളാണ് ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്, കാൽസ്യം, കാൽമോഡിലിൻ സിസ്റ്റം. ഇതൊക്കെ സെക്കൻഡ് മെസ്സഞ്ചർ എക്സാമ്പിളാണ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. ഇത് സെൽ ബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, പഠിച്ചതാണ് നിങ്ങൾ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക, നോട്ട്സൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ഓൾറെഡി. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. Activated kinase in turn phosphorylate a regulatory protein. Okay, enzyme kinase activate ആകുമ്പോൾ activate kinase in turn phosphorylate a regulatory protein. Regulatory protein becomes activated by phosphorylation. This protein produces the biological response. Okay, so regulatory protein becomes activated by phosphorylation. This protein produces a biological response. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് hormone glucagon cause the activation of phosphorylase that finally result in the breakdown of glycogen to glucose. Glycogen glucose ആക്കി മാറ്റുന്ന phosphorylase എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കുന്നു. ഓക്കെ, causes the glucagon causes the activation of phosphorylase that finally results in the breakdown of glycogen to glucose. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ മെമ്പറി എന്ന് വിചാരിക്കുക.
ഇവിടെയാണ് അതിൻ്റെ റിസപ്റ്റർ. ഇവിടെ റിസപ്റ്ററിൽ ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് ഒരു എക്സ്ട്രാ സെല്ലർ ഡൊമൈനിലാണ് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈൻ ഉണ്ട്. പിന്നെ ഇതിനൊരു സൈറ്റോസോളിക് ഡൊമൈൻ ഉണ്ട്. സൈറ്റോസോളിക് ഡൊമൈൻ ആക്റ്റീവായി അവിടെ ഒരു ജി പ്രോട്ടീൻ അവിടെ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. ജി പ്രോട്ടീന് 3 സബ് യൂണിറ്റ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. ഇതിൻ്റെ കൂടെ ആര് വന്ന് ബൈൻഡ് ചെയ്യും? ജി ടി പി വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ജി ടി പി ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇത് ആക്റ്റീവായിട്ട് ആൽഫ, ബീറ്റ, ഗാമ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൽഫ സബ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്യും. ബീറ്റയും ഗാമയും വേറെ 2 സബ് യൂണിറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഈ ആൽഫ നേരെ പോയിട്ട് മെംബ്രെയിനിലുള്ള അഡിനൈൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കും. അഡിനൈൽ സൈക്ലേസ്. ഓക്കെ, അപ്പോൾ അഡിനൈൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കുമ്പോൾ അഡിനൈൽ സൈക്ലേസ് എന്ത് ചെയ്യും? അതാണ് അഡിനൈൽ സൈക്ലേസ്. ഓക്കെ, ഇതൊക്കെ മെംബ്രെയിനിൽ തന്നെ ഇരിക്കുന്നു. അഡിനൈൽ സൈക്ലേസ് എന്ത് ചെയ്യും? അഡിനൈൽ സൈക്ലേസ് അടുത്ത് ചെയ്യുന്നത് എന്താ? എ ടി പിനെ പിടിച്ചിട്ട് സൈക്ലിക് എ എം പി ആക്കി മാറ്റും. എ ടി പിയെ സൈക്ലിക് എ എം പി ആക്കി മാറ്റും. ഓക്കെ, ഈ സൈക്ലിക് എ എം പി ആണ് എന്ത്? സെക്കൻഡ് മെസ്സഞ്ചർ. സൈക്ലിക് എ എം പി ഈസ് ദി സെക്കൻഡ് മെസ്സഞ്ചർ. സൈക്ലിക് എ എം പി സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ സെക്കൻഡ് മെസ്സഞ്ചർ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടത്. സൈക്ലിക് എ എം പി സെക്കൻഡ് മെസ്സഞ്ചറിന് മറ്റുള്ള എക്സാമ്പിളാണ് അഡിനൈൽ സൈക്ലേസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെസ്സഞ്ചർ സൈക്ലിക് എ എം പി ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? മറ്റുള്ള സെക്കൻഡ് മെസ്സഞ്ചറുകളാണ് ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ് IP3. ഇനോസിറ്റോൾ കാൽസ്യം കാൽമോഡിലിൻ സിസ്റ്റം ഇനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് മെസ്സഞ്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അഡിനൈൽ സൈക്ലേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? സൈക്ലിക് എ എം പി. Cyclic AMP is a second messenger. ഈ സൈക്ലിംഗ് എ എം പി പോലുള്ള സെക്കൻഡ് മെസ്സഞ്ചർ എന്ത് ചെയ്യും? ഇറ്റ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഇവിടെ സൈക്ലിക് എ എം പി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അത് എൻസൈം കൈനേസിനെ ആക്റ്റീവ് ആക്കും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എൻസൈം കൈനേസിനെ ആക്റ്റീവ് ആക്കും. ഇറ്റ് ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. ഓക്കെ, സൈക്ലിക് എ എം പി ഒരുപാട് സിന്തസൈസ് ചെയ്യും. ദാറ്റ് സിന്തസൈസ് സൈക്ലിക് എ എം പി ആക്ടിവേറ്റ് എൻസൈം കൈനേസ്. എൻസൈം കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നു. എൻസൈം കൈനേസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും, ഈ സെല്ലിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, സൈറ്റോപ്ലാസിലുണ്ടാവും. അങ്ങനത്തെ ഒരു എൻസൈം കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നു. ഓക്കെ, ആക്ടിവേറ്റഡ് കൈനേസ് എന്ത് ചെയ്യുന്നു? ഇൻ ടേൺ ഫോസ്ഫോറിലേറ്റ് എ റെഗുലേറ്ററി പ്രോട്ടീൻ. റെഗുലേറ്ററി പ്രോട്ടീൻ ബിക്കം ആക്ടിവേറ്റഡ് ബൈ ഫോസ്ഫോറിലേഷൻ. ദിസ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് എ ബയോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ ആദ്യം സൈക്ലിക് എ എം പി വന്നു. സൈക്ലിക് എ എം പി എന്ത് ചെയ്തു? ഒരു എൻസൈം കൈനേസിനെ ആക്റ്റീവാക്കി. ഓക്കെ, ഈ എൻസൈം കൈനേസ് എന്ത് ചെയ്യുന്നു? എൻസൈം കൈനേസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫോസ്ഫോറിലേറ്റ്. ഓക്കെ, ഏതിനെ? ഒരു റെഗുലേറ്ററി പ്രോട്ടീനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഒരു പ്രോട്ടീൻ, റെഗുലേറ്ററി പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ റെഗുലേറ്ററി പ്രോട്ടീൻ എന്തായിട്ട് മാറി? ആക്റ്റീവായിട്ട് മാറി. ഈ റെഗുലേറ്ററി പ്രോട്ടീൻ പ്രൊഡ്യൂസസ് എ ബയോളജിക്കൽ റെസ്പോൺസ്. അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നു. ഫൈനലി ആ ഫോസ്ഫോറിലേറ്റ് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു
പെപ്റ്റൈഡ് ഹോർമോണാണ് വരുന്നത്. പെപ്റ്റൈഡ് ഹോർമോൺ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. റിസപ്റ്ററിന് എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനുണ്ട്, ട്രാൻസ്സെല്ലുലാർ ഡൊമൈനുണ്ട്, സൈറ്റോസോളിക് ഡൊമൈനിലുണ്ട്. സൈറ്റോസോളിക് ഡൊമൈൻ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ റിസപ്റ്റർ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിലാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്ന എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനാണ്. പക്ഷേ സൈറ്റോസോളിക് ഡൊമൈൻ ആക്റ്റീവായിട്ട് ജി പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്നു. ജി പ്രോട്ടീൻ ആക്റ്റീവായിട്ട് GTP ഒന്ന് ബൈൻഡ് ചെയ്ത് പിന്നെ അതൊന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ആൽഫ ബീറ്റ ഗാമയിൽ ആൽഫ റിലീസ് ആവുന്നു. ആൽഫ പോയിട്ട് അഡ്രിനൽ സൈക്ലേസ് ആണെന്നുണ്ടെങ്കിൽ അഡ്രിനൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കുന്നു. എന്നിട്ട് ATPയിൽ നിന്ന് സൈക്ലിക് AMP ഉണ്ടാവുന്നു. ഓക്കെ, സൈക്ലിക് AMP എന്ത് ചെയ്യുന്നു? അതൊരു സെക്കൻഡ് മെസ്സഞ്ചറാണ്. അത് കൈനേസിനെ ആക്റ്റീവ് ആക്കുന്നു. ഓക്കെ, കൈനേസ് വേറെ ഒരു റെഗുലേറ്ററി പ്രോട്ടീനെ പോയിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ റെഗുലേറ്ററി പ്രോട്ടീൻ ഫോസ്ഫോറിലേറ്റ് ചെയ്യുമ്പോൾ അത് അതുവരെ ഇൻഹിബിറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. റെഗുലേറ്ററി പ്രോട്ടീൻ ഇപ്പോൾ ആക്റ്റീവായി. ദാറ്റ് പ്രോട്ടീൻ പ്രൊഡ്യൂസസ് എ ബയോളജിക്കൽ റെസ്പോൺസ്. ഗ്ലൂക്കോഗോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നു. ആ ഫോസ്ഫോറിലേസ് എന്ത് ചെയ്യുന്നു? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. അടുത്തത് ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. ഫീഡ്ബാക്ക് മെക്കാനിസം. Many endocrine glands are linked to neural control centers by homeostatic feedback mechanism. Many endocrine glands are linked to neural control centers by homeostatic feedback mechanism. There are two types of feedback mechanism. One is negative feedback mechanism and the second one is positive feedback mechanism. Feedback mechanism നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.